ഈ പുഴയും കടന്ന് പുത്തൻ പ്രമോ വിശേഷത്തിലേക്ക് ഇവർക്ക് സ്വാഗതം. ഈ പ്രമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കാവേരിയും ശാരദയും എല്ലാവരും കൂടെ വന്ന് ജയപാലനോട് ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ജയപാൽ പറയുന്നത് അത് അരവിന്ദിന് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച്, അതിനെന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ച് തർക്കിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ നിവിനാണെങ്കിൽ അന്ന് പോയി കണ്ട് ശിവരാജനുമായിട്ട് വരുന്നത്. അയാൾ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് ജയപാലൻ ആകപ്പാടപ്പെട്ട അവസ്ഥയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഈ വസ്തു വാങ്ങിച്ചത് ഇയാൾ തന്നെയാണ്, ആദ്യം അരവിന്ദൻ വാങ്ങിക്കാതിരുന്നതാണ്, പിന്നെ അത് ഇയാളുടെ പേരിലോട്ടാക്കിയ കാര്യം സത്യങ്ങളെല്ലാം പറയുകയാണ്. അപ്പോൾ എന്നെ കാവേരി പറയുന്നുണ്ട് ഇപ്പം എന്താ തനിക്ക് പറയാൻ മറുപടിയൊന്നുമില്ലേ, എൻ്റെ അച്ഛൻ കാശ് മുടക്കി, പക്ഷേ താൻ അത് തൻ്റെ പേരിലേക്ക് ഈ വസ്തു സ്വന്തമാക്കി, തനിക്ക് നാണം ഇല്ലയോടോ എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശാരദയും അച്ഛമ്മയും ആകപ്പാടെ തകരുന്നുണ്ട്. അപ്പോൾ ശാരദയാണെങ്കിൽ ജയപാലനെ ശപിക്കുന്നുണ്ട്, താൻ ഒരിക്കലും നന്നാവത്തില്ല, തൻ്റെ കുടുംബം നശിച്ചു പോകത്തേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് ശാരദ ഭയങ്കരമായിട്ട് ജയപാലനെ ശപിക്കുന്നുണ്ട്. ജയപാലൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്തായാലും കാവേരി എല്ലാവരുടെ മുന്നിൽ സത്യം തെളിയിക്കുകയാണ്, ജയപാലൻ ചതിയിലൂടെയാണ് ആ തോട്ടം സ്വന്തമാക്കിയതെന്ന്. അപ്പം അതുപോലെ ശാരദയും പറയുന്നുണ്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ തന്നെ സഹോദരനെ പോലെ സ്നേഹിച്ചതാണ്, ആ മനുഷ്യനെ വഞ്ചിച്ച് താൻ ഉണ്ടാക്കിയതൊന്നും ഒരിക്കലും തനിക്ക് വാഴത്തില്ലെന്നും പറഞ്ഞ് ശാരദ ഭയങ്കര സങ്കടത്തോടെ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രമോ വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.